ബോട്ടിന്റെ ഒരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ വാറന്റി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ വാറന്റി എങ്ങനെ ക്ലെയിം ചെയ്യാം, ഇനി അതല്ല വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടിയ പ്രോഡക്റ്റ് എങ്ങനെ ഇരിക്കും, ഇതൊക്കെ തന്നെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഒരു വാറന്റി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു വാറന്റി എങ്ങനെ ക്ലെയിം ചെയ്യാനും അതുപോലെ തന്നെ ക്ലെയിം ചെയ്ത് കിട്ടിയ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ചെയ്ത സാധനം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തായിരുന്നു ഒരു വർഷം മുന്നേ ഉള്ള ബോട്ടും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ബോട്ടിൻ്റെ ആ ഒരു പ്രത്യേകത, സർവീസിൻ്റെ പ്രത്യേകത കേട്ടോ. എന്തായാലും ഓൾറെഡി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത 141 Pro ഒരു ഹാഫ് ഇയർ TWS ആണ്. 1499 ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ സിംഗിൾ പ്ലേ ടൈം കമ്പനി പറയുന്നത് 9 മണിക്കൂറാണ്. പക്ഷേ ഞാൻ ഇവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന 60% വോളിയം ലെവലിൽ കേട്ടിട്ട് പോലും എനിക്ക് 3 മണിക്കൂറിൽ കൂടുതൽ അങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു, അതായത് സിംഗിൾ പ്ലേ ടൈം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് വാറന്റി ക്ലെയിം ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ഓൺലൈനിൽ ഇപ്പോൾ പറ്റത്തില്ല, നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ അടുത്തുള്ള അതായത് ട്രിവാൻഡ്രത്തുള്ള ഡയറക്റ്റ് സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ തന്നെ അതിലുണ്ട്. ഫോൺ നമ്പറിലൊക്കെ വിളിച്ചാൽ അവർ പലപ്പോഴും എടുക്കൂലെങ്കിൽ പോലും ഡയറക്റ്റ് നമ്മൾ അങ്ങോട്ടൊക്കെ ചെന്നാൽ മതി. എന്തായാലും അത്യാവശ്യം നല്ല റഷ് ആയിരുന്നു ഞാൻ ചെല്ലുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് പോയാൽ ഞാൻ വൈകിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മളവിടെ പോയി ഇരിക്കണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ട്. ഓൺലൈനിലാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഓഫ്ലൈൻ സർവീസ് സെന്റർ ആകുമ്പോഴത്തേക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്ന ഇപ്പോൾ 141 Pro ആണ് എൻ്റെത്, ഞാൻ കൊണ്ടുപോകുന്ന പ്രോഡക്റ്റ് അവിടെ ഉണ്ടെങ്കിൽ അവരപ്പം തന്നെ റീപ്ലേസ് ചെയ്ത് തരും. ഇനി അതല്ലെങ്കിൽ നമ്മൾ അവിടെ സാധനം കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകത്തും സാധനം കിട്ടുക എന്നുള്ള ഒരു സംഭവമാണ് പൊതുവേ ഉള്ളത്. ഓൺലൈനിലാകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോഴാണ് ഈ കൺഫർമേഷൻ വരുന്നത്, എന്നിട്ടാണ് അവർ പിക്കപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ടോട്ടൽ എനിക്ക് ഒന്ന് 14 ദിവസം എന്തോ എടുത്തു. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഓഫ്ലൈൻ സർവീസിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ. ജനുവരി 19 തീയതിയാണ് ഞാൻ സാധനം കൊടുത്തത്. ജനുവരി 25 ആയപ്പോഴത്തേക്ക് എനിക്ക്, അതായത് 6 ദിവസത്തിനകത്ത് എനിക്ക് സാധനം അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സ്പ്രസ് ബി വഴിയാണ് സാധനം അങ്ങോട്ട് വന്നത്. ഒരു പൈസയും കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ലായിരുന്നു. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് 402 എന്ന് പറയുന്നത് പുതിയ സാധനം സീൽഡ് ബോക്സ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിലാണ് ഞാൻ ആക്ച്വലി ഒരു ബോക്സ് പൊട്ടിക്കുന്നത്. പക്ഷേ ബോക്സ് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ ഒന്ന് ഞെട്ടിയത്. വേറൊന്നുമല്ല, ഈ ഒരു ഇയർബഡും അതുപോലെ തന്നെ അതായത് ഇതൊരു ആക്സസറീസ് പാക്കും കൂടാതെ ഒരു നോട്ടീസ്, നമുക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാന്നുള്ള ഈ ഒരു സാധനം മാത്രമാണ് ഇതിൻ്റെ കൂടെ വന്നത്. പിന്നെ എൻ്റെ ബബിൾ റാപ്പിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ഇയർബഡ് കിട്ടിയത് കേട്ടോ. ഇത് പുതിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഞാൻ കൊടുത്തത് തന്നെയാണോ എന്നും ചെറിയ സംശയമുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് അൺബോക്സ്ഡ് പീസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ സ്ക്രാച്ച് ഒന്നും ഇല്ലായിരുന്നു. സോ അതാണോ എന്നും സംശയമുണ്ട്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എന്താ പറയുക, ഈ ഒരു 3 മണിക്കൂറൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ ബാറ്ററി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ എനിക്ക് റിപ്പയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റ് ഓൾറെഡി ഇങ്ങനെ തന്നതുമായിരിക്കാം. എന്താണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ സാധനം പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വാറന്റി ക്ലെയിം ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് കിട്ടണമെന്നില്ല. ഞാൻ പറയണത് ഈ ഒരു 141 Pro എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പ്രോഡക്റ്റ് കിട്ടുമായിരിക്കും. കാരണം ഞാൻ ചിലത് കേട്ടായിരുന്നു പുതിയ പ്രോഡക്റ്റ് കിട്ടാനും ചാൻസ് ഉണ്ടെന്നുള്ളത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ലക്കായിരിക്കാം കേട്ടോ ഈ ഒരു പുതിയ പ്രോഡക്റ്റ് കിട്ടുന്നത്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇപ്പോൾ, അതായത് ഈ ഒരു 2023 നമ്മൾ വാറന്റി ക്ലെയിം ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഓഫ്ലൈൻ സർവീസ് സെന്ററുകൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ വാറന്റി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, ജസ്റ്റ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് കൊടുത്തത്, ബോക്സ് സഹിതം തിരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു ആക്സസറീസ് പാക്ക് പോലും എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയൊരു സാധനം, ഒരു ടൈപ്പ് സി കേബിളും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹാഫ് ഇയർ ആയതുകൊണ്ട് ഇയർ ടിപ്സുകൾ ഇല്ല എന്നുള്ളൂ. അല്ലാണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും കൂടെയൊക്കെ വരുമായിരുന്നു തോന്നുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ സർവീസ് സെന്റർ അടുത്തുണ്ടെങ്കിൽ പോലും പോയി കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ സാധനം പിക്കപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴും നമുക്ക് ആ ഒരു ഓൺലൈനിലും വാറന്റി ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോഴത്തെ ആ ഒരു ബോട്ടിന്റെ വാറന്റി ക്ലെയിം അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ ആ ഒരു വാറന്റി ക്ലെയിമിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയിട്ട് വാറന്റി ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. കാരണം എന്നെ പോലെ മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് അത് അവർക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ട് മാറുമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ജസ്റ്റ് ഷെയർ ചെയ്ത് കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.